എല്ലാം ചെയ്തത് ഈ മേഘന തന്നെയാ. എന്താ നിന്റെ മനസ്സിലിരിപ്പെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി ഇങ്ങനെ എങ്ങനെ ചെയ്ത കൊന്നുകളയുന്നതിനെ ഞാൻ പറഞ്ഞേക്കാം. മഞ്ജരിയെയോ മഞ്ജരിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയോ ആരും തന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ആ കുഞ്ഞി കുടുംബത്തിന്റെയും വംശത്തിന്റെയും രക്ഷയാ. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ ആരെയും വെച്ചിട്ടില്ല പറഞ്ഞേക്കാം. കുറെ കാലമായല്ലോ നീ മേഘനെ ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു. അത് നിനക്ക് തന്നെ തിരിഞ്ഞു ബലിക്കും. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് മേഘനയോട് വേണ്ട. വിവേക്, അത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്ക്. വല്യമ്മയും വല്യച്ഛനും വല്യേട്ടനും പറഞ്ഞത് കേട്ടല്ലോ മോം. അവര് മോമനെ ഉപദേശിച്ചതല്ല, മറിച്ചൊരു വാണിംഗ് ആയിരുന്നു. മോം ചെയ്ത തെറ്റിന് ഞാൻ ഏട്ടത്തിയോട് ക്ഷമ ചോദിക്കുക. അതൊന്നും വേണ്ട വിവേക്. ചെറിയമ്മ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് എനിക്കറിയാം. ഇവരുടെ അടുത്ത് ചേച്ചി കുറച്ചുകൂടെ സൂക്ഷിക്കണം. ചുറ്റും എന്താ നടക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്താ വിവേക് ഇതൊക്കെ? മഞ്ജരിയുടെ കള്ളഗർഭത്തിന്റെ നാടകത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് അവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? അവര് രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണെന്ന് നിനക്ക് നേരത്തെ അറിയാവുന്നതല്ലേ, പിന്നെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് നമ്മളെല്ലാം കണ്ടതുകൊണ്ടാ ചേച്ചി രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ അരുണിമാൻറ്റി ചേച്ചി എന്ത് ചെയ്യായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല. മേഘനടത്തിയുടെ നല്ല മനസ്സ് തന്നെ ഇത്രയും കാലം ഏട്ടത്തിയെ രക്ഷിച്ചത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാവും. അല്ല വിവേക്, ആ സ്മാർട്ട് വാച്ചിന്റെ കാര്യം എവിടം വരെയായി? അതിൽ ബഗ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയിട്ട് എപ്പോഴത് തിരിച്ചു കൊണ്ടുവരിക? ഇന്ന് തന്നെ ഞാനത് സെറ്റപ്പാക്കി കൊണ്ടുവരും ചാരു. പിന്നീട് മോമിന്റെയും മഞ്ജരിയുടെയും എല്ലാ പ്ലാനും നമുക്ക് നേരിട്ടറിയാം. എന്റെ അമ്മേ, നിന്റെ മൂക്ക് മോപ്പ് കൊണ്ട മേഘനടിച്ച് പഞ്ചറാക്കി. അതിനിടയ്ക്ക് അവള് ആരുടെയും കാരണ കുറ്റി അടിച്ച് പൊളിച്ചു. ഇന്ന് കാലത്ത് നമ്മൾ ആരെയാണാവോ കണി കണ്ടത്? മേഘന ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തത് ആന്റി. നമ്മുടെ പ്ലാൻ അവള് തകർത്തു കളഞ്ഞു. ശരിയാ, നമ്മൾ എത്ര പ്ലാൻ ചെയ്തേ. പക്ഷെ ആ പൊന്ന മേഘന നേരത്തെ എല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. അതിൽ ആന്റിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു എണ്ണക്കുപ്പി കയ്യിലെടുത്തെന്നും പറഞ്ഞ് കയ്യിൽ എങ്ങനെ അത്ര എണ്ണ പറ്റിയത്? ഇതല്ലേ ഇപ്പൊ നന്നായേ. എണ്ണക്കുപ്പി കയ്യിലെടുത്ത എണ്ണയല്ലാണ്ട് പിന്നെ വെള്ളമാണോടി കയ്യിലാവുക? അതുകൊണ്ടല്ലേ ആന്റി പിടിക്കപ്പെട്ടത്. ഹാൻഡിൽ വെത്ത് കയറുന്നൊന്നും കേട്ടിട്ടില്ല ആന്റി. നമ്മുടെ തലയിലെഴുത്ത് ഇങ്ങനെയാവുമ്പോ എന്ത് കെയർ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അത് ശരിയാണ് ചെറിയമ്മേ. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ഒരു ചെറിയ തെറ്റുകാരനാ പിടിക്കപ്പെടാറുള്ളത്. അതിന് ഞാൻ കുറ്റവാളിയൊന്നുമല്ല. നീ ചുമ്മാ വേണ്ടാത്തൊന്നും പറയില്ലേട്ടോ. ചെയ്തു കൂട്ടിയ തെറ്റിന് പണിഷ്മെന്റ് കിട്ടിയതിനു ശേഷവും കിടന്നുരുളുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ചെറിയമ്മയ്ക്ക്. നിന്റെ സമയാടി അതാ മിസ്സായി പോയത്. അല്ലായിരുന്നെങ്കി ഇപ്പൊ കാണായിരുന്നു നിന്റെ അവസ്ഥ. നടക്കാത്തൊരു തെറ്റ് നടന്നു എന്നും പറഞ്ഞ് ഇല്ലാത്തൊരു ഗർഭം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് വൃത്തികെട്ട നാടകം കളിക്കുന്ന നിനക്ക്
ഇത്രയ്ക്കും ബുദ്ധിയുണ്ടെങ്കിൽ എനിക്ക് എത്രമാത്രം ഉണ്ടായിരിക്കും മഞ്ജരി. ഇനി അങ്ങോട്ട് നീ എന്ത് ചെയ്താലും ഉരുളയ്ക്കുപ്പേരി പോലെ എന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. മതി നീയൊന്ന് അടങ്ങ്. മിഥുൻ വിശ്വസിക്കുന്നിടത്തോളം, അരുണിമാൻറ്റി എന്നെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം നീ എന്നെ ഒരു കുന്തവും ചെയ്യാൻ പോകുന്നില്ല. അതാണല്ലേ നിന്റെ ധൈര്യം. എന്നാൽ ആദ്യം തന്നെ ഞാൻ അതങ്ങ് പൊളിച്ചു തരാം. മിഥുനേട്ടനെയും അമ്മയെയും നീ പറഞ്ഞു പറ്റിക്കാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. അതോടെ തീരുടി നിന്റെ കഥ. പക്ഷെ ഞാൻ പറയുന്നത് അവര് തൊണ്ട തൊടാതെ വിഴുങ്ങിരിക്കുക. പിന്നെങ്ങനെയാടി നീ അത് തെളിയിക്കാൻ പോകുന്നെ? അയ്യോടാ, എല്ലാ പ്രാവശ്യവും നിന്റെ ഈ കള്ളത്തരം അതേപോലെ നിലനിൽക്കുന്നുള്ള വിശ്വാസമല്ലേ? അവിടെയാണ് മോളെ നിനക്ക് തെറ്റുപറ്റിയത്. ഒരു നാൾ ഈ കള്ളി വെളിച്ചത്താവും. അന്ന് തീരും നിന്റെ ഈ നെകളിപ്പ്. നിനക്ക് തന്നിരിക്കുന്ന ഈ സ്ഥാനത്തിന് അർഹതപ്പെട്ടവളല്ല നീയെന്ന് അന്ന് അവര് മനസ്സിലാക്കിക്കോളും. പിന്നൊരു നിമിഷം പോലും നിനക്ക് ഈ വീട്ടിൽ നിൽക്കാനാവില്ല. അതിനുവേണ്ടി ഒത്തിരി കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുമെന്ന് കരുതിയോ? നിനക്കുള്ള കരുക്കൾ ഞാൻ എപ്പോഴേ നീക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതും എനിക്കറിയാം. നീ എത്ര തറയാണെന്നും അറിയാം, എവിടം വരെ താഴുമെന്നും എനിക്കറിയാം. അങ്ങനെ ഒടുവിൽ നിനക്കുള്ള കുഴി നീ തന്നെ കുഴിക്കും. അപ്പൊ പിന്നെ എനിക്കായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. തന്നെ ആ കുഴിയിലേക്ക് വീണോളൂ. കാത്തിരുന്ന് കണ്ടോ മോളെ. എന്തൊരു കോൺഫിഡൻസ് അവക്ക്. അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. എന്തായാലും കൊള്ളാം മഞ്ജരി, നീ കുറച്ചുകൂടി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. നീ മനസ്സിൽ കാണുന്നതിന് മുൻപ് ആ മേഘനയെല്ലാം മാനത്ത് കാണുന്നവളാ. അവളെക്കാളും ബുദ്ധിയുണ്ട് ആന്റി എനിക്ക്. ഞാൻ നോക്കിക്കോളാം. മാനത്ത് കാണുന്നവളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന എങ്ങനാന്ന് ഞാൻ ആന്റിക്ക് കാണിച്ചു തരാം. സർ ഹായ്. ഹായ്. ഓ Thank you. സർ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ സർ. താങ്ക് യു. താങ്ക്സ്. കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു സർ. സർ, ഈ പ്രോജക്റ്റ് കിട്ടിയതോടുകൂടി നമ്മുടെ ഷെയർസ് എല്ലാം അങ്ങ് കുതിച്ചുയർന്നിരിക്കുക. സ്റ്റേറ്റിലായാലും സെൻട്രലായാലും എല്ലാവർക്കും നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഇതിനെല്ലാം കാരണക്കാരൻ സാറ് തന്നെയാ. അവിശ്വസനീയമായ വളർച്ചയാണ് നമ്മുടെ കമ്പനിയുടേത്. ബാക്കി മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾ സപ്ലൈ ചെയ്യാം സർ. ഞങ്ങൾക്ക് വുഡ്, സ്റ്റീൽ ആൻഡ് അയൺ ഗോഡൌൺസ് ഉണ്ട് സർ. ഓർഡർ എല്ലാം ഞങ്ങൾക്ക് തന്നെ തരണം. തൽക്കാലം ഇതൊക്കെ ചെയർമാനായ മേഘനയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഓഫീസിൽ ചെന്നൊന്ന് കാണും. മേഡം ഇപ്പോൾ വീട്ടിലുണ്ടോ സാറേ? ഇപ്പൊ തന്നെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അത് നന്നായിരുന്നു. ഓഫീസ് കാര്യങ്ങളൊന്നും വീട്ടിൽ വെച്ച് വേണ്ട, ഓഫീസിൽ വെച്ച് തീരുമാനിക്കുന്നതല്ലേ നല്ലത്. ഓക്കെ സർ, എന്നാൽ ഞങ്ങൾ കാലത്ത് ഓഫീസിൽ പോയിക്കോളാം. ഞങ്ങൾ ഇറങ്ങട്ടെ സർ. ഓക്കെ, എങ്കിൽ വരട്ടെ സർ. താങ്ക് യു. ശരി സർ. നീ അത് കണ്ടായിരുന്നോ മഞ്ജരി? അത്ര എളുപ്പത്തിൽ നിനക്ക് മേഘനെ ഇവിടുന്ന് പായിപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? മിഥുനെ കണ്ടില്ലേ? മേഘനെ എടുത്തങ്ങ് തലപ്പത്ത് കയറ്റി ഇരുത്തിയിരിക്കുക. ഈ പ്രോജക്റ്റോട് കൂടി മേഘനയുടെ വില വല്ലാണ്ടങ്ങ് ഉയർന്നു. നീ അങ്ങ് നിലത്തോട്ട് വീഴുകയും ചെയ്തു. ആന്റി, അതിന് എന്റെ ടാർഗറ്റ് ഈ പ്രോജക്റ്റോ ഈ കമ്പനി ഒന്നുമല്ല, മിഥുന. അവൻ എന്റെ സ്വന്തമായാ മതി. ഓട്ടോമാറ്റിക്കലി എല്ലാം എന്റെ കയ്യിൽ വന്നോളൂ. ഞാൻ നോക്കിയിട്ട് മിഥുനെ നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അവന്റെ മനസ്സും കണ്ണും എല്ലാം മേഘനയുടെ നേരെയാ. അവൻ എന്റെ നേരെ തിരിക്കാൻ എനിക്ക് ഒത്തിരി നേരമൊന്നും വേണ്ട ആന്റി. തക്ക സമയം വരട്ടെ. ആ തക്ക സമയം എപ്പോഴാണാവോ? നമസ്കാരം സർ. ഹലോ, നമസ്കാരം. ഹായ്. മേഘനെ, ഒന്നിങ്ങോട്ട് വന്നേ. ദേ വരികേട്ടാ. നമസ്കാരം മാഡം. നമസ്കാരം, പറഞ്ഞോളൂ. പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനിയുടെ സൈഡിൽ നിന്ന് NOC സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു മാഡം. അതൊക്കെ അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനാഗുറേഷന്
സെൻട്രൽ മിനിസ്റ്റർ ഡൽഹിയിൽ നിന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഓപ്പണിംഗ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തല്ലേ? അതെ സർ, ഓഗസ്റ്റ് 10 ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 10 എന്ന് പറയുമ്പോ അത് വളരെ അടുത്തായി പോയില്ലേ? അതിനിപ്പോ എന്താ, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അല്ലേ, അത് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. അന്നൊരു നല്ല ദിവസം കൂടിയാ, അതുകൊണ്ട് അന്ന് സെലക്ട് ചെയ്തത്. ആ പിന്നൊരു കാര്യം കൂടി, മിനിസ്റ്ററിന്റെ PA ഫോളോ ചെയ്തോണം. ഇനോഗ്രേഷന് ഒരു കുറവുമില്ലാതെ നോക്കണം. ഓക്കെ മാഡം, ഇതിൽ സാറും മാഡം ഒന്ന് സൈൻ ചെയ്യണം. എന്നാ ശരി സർ, ഇനാഗുറേഷന്റെ അന്ന് എല്ലാവരും വന്നേക്കണം. ഓക്കെ. ഞാൻ ഇറങ്ങിക്കോട്ടെ സർ. സോ നമ്മുടെ കമ്പനിയുടെ സ്വപ്ന സാക്ഷാത്കാരം ഓഗസ്റ്റ് 10 തുടങ്ങുന്നത്. അതിനെല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. എന്തായിരുന്നു ഈ നോക്കുന്നത്? ഓഗസ്റ്റ് 10. അതെ, നമ്മുടെ പ്രോജക്റ്റിന്റെ ഇനാഗുറേഷൻ അന്നല്ലേ? അതല്ല ചേട്ടാ, ഓഗസ്റ്റ് 10 ത്രയോദശിയ. അതിനിപ്പോ എന്തായിരുന്നുമേ, അത് വളരെ നല്ല ദിവസമല്ലേ? അന്ന് പ്രൊജക്ടിന്റെ ഇനോഗ്രേഷൻ വേണ്ട ചേട്ടാ. സെൻട്രൽ മിനിസ്റ്റർക്ക് വരുന്ന പ്രോഗ്രാം അല്ലേ, അതെങ്ങനെയാ വേണ്ടെന്ന് വെക്കുന്നേ? അത് നടക്കില്ലായിരുന്നുമേ. അങ്ങനെ പറയരുത്, എല്ലാം ക്യാൻസൽ ചെയ്യണം പ്ലീസ്. അങ്ങനെ ചെയ്താൽ നമുക്കത് ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കും. പ്രോജക്റ്റും കൈവിട്ടു പോയെന്നിരിക്കും, കോടികളുടെ നഷ്ടവും ഉണ്ടാവും. എന്റെ മോൻ മിഥുനേക്കാളും എനിക്ക് ഒന്നും വലുതല്ല. എന്തൊക്കെ സംഭവിച്ചാലും അന്നേ ദിവസം മിഥുൻ പുറത്തിറങ്ങാൻ പാടില്ല. എന്തായിരുന്നുമേ ഇത്? ഞാൻ പറയുന്നത് എന്തിനാണെന്നൊന്ന് മനസ്സിലാക്കി ചേട്ടാ. അന്നേ ദിവസം ത്രയോദശിയ. ഓരോ പ്രാവശ്യം ത്രയോദശിക്ക് മിഥുൻ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവുമെന്ന് സ്വാമി നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഓഗസ്റ്റ് 10 മിഥുൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അവന്റെ ജീവൻ അപകടപ്പെടും ചേട്ടാ. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞത്? മിഥുനേട്ടന്റെ ജീവൻ എന്താ അപകടം? എന്നോട് തുറന്നു പറയമ്മേ, അമ്മ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ മോളെ, ഹിമാലയത്തിൽ നിന്ന് വന്ന സ്വാമി അങ്ങനെയാ പറഞ്ഞത്. ഓരോ മാസവും ത്രയോദശിക്ക് മരണം മിഥുനോട് അടുക്കുന്ന സമയമാണത്രേ. അന്ന് നടന്ന ആ കാർ ആക്സിഡന്റിനും അതായിരുന്നു കാരണം. ഇത്രയും കാലം എല്ലാ ആപത്തിൽ നിന്നും നീയാണ് അവനെ രക്ഷിച്ചത്. ഇനി അങ്ങോട്ട് നിന്നെ കൊണ്ടതിന് സാധിക്കില്ല മോളെ. മിഥുന്റെ ചോരയിൽ ജനിക്കുന്ന ഒരു പെൺകുഞ്ഞിന് മാത്രമേ അവനെ രക്ഷിക്കാനാവൂന്നാ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, ആ ഭാഗ്യം നീ തന്നെ കൊണ്ടു കളഞ്ഞില്ലേ. വീണ്ടും ഗർഭിണിയാവാനോ കുഞ്ഞിനെ പ്രസവിക്കാനോ നിനക്കാവില്ലല്ലോ. അതുകൊണ്ടാ മഞ്ജരിയുടെ കുഞ്ഞിനെ മനഃപൂർവ്വം ഞാൻ സ്വീകരിക്കാൻ തയ്യാറായത്. അവളെ ഞാൻ മരുമകളായി സ്വീകരിച്ചത്. മിഥുന്റെ ജീവൻ രക്ഷിക്കാനുള്ള പെൺകുഞ്ഞ് ഇപ്പൊ മഞ്ജരിയുടെ വയറ്റിലാണ് വളരുന്നത്. മിഥുനേട്ടന് അപകടം ഉണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് അമ്മ എന്നോട് പറയാതിരുന്നത്? എങ്ങനെയാ മോളെ ഞങ്ങളത് പറയാൻ? സ്വന്തം അനിയത്തിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച്
നിന്റെ ഗർഭപാത്രം നീ അവൾക്ക് ദാനം ചെയ്തു. പക്ഷെ അരുണിമയ്ക്ക് എങ്ങനെയെങ്കിലും അവളുടെ മോനെ രക്ഷിക്കണം. മഞ്ജരിയെ സ്വീകരിക്കുക അവൾക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിന് ജന്മം നൽകും വരെ ഓരോ മാസം എത്തുന്ന ത്രയോദശി നാളിൽ അവനെ വേട്ടയാടാൻ കാത്തിരിക്കുന്ന മരണം, അതിൽ നിന്നും എന്റെ മോനെ എങ്ങനെ രക്ഷിക്കാന്നറിയാതെ നൊന്ത് നേറിയ ഞാനിവിടെ കഴിയുന്നേ മോളെ. മിഥുന്റെ ചോരയിൽ ജനിക്കുന്ന ഒരു പെൺകുഞ്ഞിനല്ലാതെ അവന്റെ ജീവൻ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്നാ ആ സ്വാമി പറഞ്ഞത്. ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ മിഥുനെ നമുക്ക് എങ്ങനെയെങ്കിലും സേഫ് ആക്കിയല്ലേ പറ്റുമോളെ. പെൺകുഞ്ഞിനെ കൊണ്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യിച്ചാൽ മാത്രമേ അവന്റെ ദോഷം മാറിക്കിട്ടൂ. ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നത്? എന്തൊരു പരീക്ഷണം ഇത്! ഇല്ലാത്ത ഗർഭം ഉണ്ടെന്നും പറഞ്ഞ് മറ്റൊരു നാടകം കളിക്കാം. അതിന്റെ പേരിൽ ഇവർ എന്തൊക്കെ സ്വപ്നങ്ങളാണ് മെനയുന്നത്. എനിക്കിനി ഒരു അമ്മയാവാനും കഴിയില്ല. ഇനി എങ്ങനെ ഞാൻ എന്റെ മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കും? എങ്ങനെ ഞാൻ ഈ കടമ്പ കടക്കും? എന്റെ ഈശ്വര, എന്റെ മിഥുനേട്ടനെ ആരെ രക്ഷിക്കുക? അച്ഛ, അപ്പൊ ഞങ്ങള് പോയി ഒളിക്കാൻ പോവാ. അച്ഛൻ വന്ന് ഞങ്ങളെ കണ്ടുപിടിക്കണം. ചക്കി, ചിക്കു, എവിടെയാണ് രണ്ടുപേരും ഒളിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇനി എവിടെ ചെന്നൊളിച്ചാലും ഞാൻ അത് കണ്ടുപിടിക്കുമെന്ന് അറിയില്ലേ? ദേ ഇപ്പൊ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പിടിക്കാൻ പോവാണേ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. Above the world so high, up above the world so high. ചക്കി, അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു മോളെ? അയ്യടാ, ഞാൻ പറയില്ല, എനിക്കറിഞ്ഞൂടെ അച്ഛനെ. ചിക്കു, ചക്കിമോക്ക് ആ വരികൾ അറിയില്ലാന്ന് തോന്നുന്നു. മോനെങ്കിലും ഒന്ന് പറഞ്ഞേ. ഞാനത് പാടിയിട്ട് വേണം അച്ഛൻ എന്നെ കണ്ടുപിടിക്കാനല്ലേ. എന്തു പറ്റി? ആരും മിണ്ടില്ല എന്നാ? എന്നാലും ഞാൻ നിങ്ങളെ പിടിക്കാൻ പോവാ. ഏയ്, ഞാൻ എന്റെ ചക്കി മോളെ പിടിച്ചേ. ചക്കി ഔട്ട്, ചക്കി ഔട്ട്, ചക്കി ഔട്ട്. അങ്ങനെയല്ല അച്ഛാ, അച്ഛൻ വീഴാൻ പോയപ്പോ ഞാൻ പിടിച്ച് രക്ഷിച്ചതല്ലേ. അങ്ങനെ ചക്കി മോള് വന്ന് പിടിക്കാൻ വേണ്ടിയല്ലേ ഞാനിപ്പോ വീഴുന്ന പോലെ അങ്ങ് അഭിനയിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? യു ആർ ഔട്ട്. ഒന്ന് പോ അച്ഛാ, ഇത് ചീറ്റിംഗാ അല്ലേ ചിക്കു? അല്ല ചക്കി, ഇത് ഗെയിമാ. അത് കറക്റ്റ്. നീ എന്താ മിഥുനേട്ടാ ഇത്? എന്തിനാ ഇങ്ങനെ അപകടമുള്ള കളിയൊക്കെ കളിക്കാൻ നിൽക്കുന്നേ? ഇതിലിത്ര അപകടം കണ്ടുപിടിക്കാൻ എന്താ ഉള്ള മേഘന? കുട്ടികളുടെ കൂടെ ചുമ്മാ കണ്ണു കെട്ടി കളിച്ചതല്ലേ ഞാൻ. മിഥുനേട്ടന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കളികളൊന്നും വേണ്ട. അതിന് മാത്രം എന്താ ഉണ്ടേ? നീ എന്തിനെങ്ങനെ ഇമോഷണൽ ആവുന്നേ? ഇനി ഒരു പക്ഷെ ഞാൻ ശരിക്കും വീഴുവാണെങ്കിലും എന്നെ രക്ഷിക്കാൻ നമ്മുടെ മക്കൾ ഇവിടെ ഇല്ലേ? അത് ശരിയാ അമ്മ, ഞങ്ങളുള്ളപ്പോ അച്ഛനൊന്നും പറ്റില്ല. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമല്ലേ അച്ഛനെ ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ കിട്ടിയത്. അച്ഛനൊന്നും പറ്റാൻ ഞങ്ങള് വിടില്ല. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. കുട്ടികൾക്കുള്ള ധൈര്യം പോലും നിനക്കില്ലല്ലോ മേഘനെ. അല്ലെങ്കിൽ തന്നെ നീ പേടിക്കുന്നത് പോലെ എന്ത് സംഭവിക്കാനാ? മിഥുനേട്ടന്റെ ജീവൻ. ഓരോ പ്രാവശ്യം ത്രയോദശിക്ക് മിഥുൻ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവുമെന്ന് സ്വാമി നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെയല്ല മിഥുനേട്ടാ, കണ്ണും കെട്ടി വല്ലയിടത്തൊക്കെ പോയി ഇടിച്ച് വല്ല മുറിവൊക്കെ പറ്റിയാലോ? നീയും എന്റെ മക്കളും ഉള്ളപ്പം എനിക്ക് അങ്ങനെ എന്ത് സംഭവിക്കാനാ? ചുമ്മാ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. ചക്കി, ചിക്കു, നമ്മുടെ റൂൾ അനുസരിച്ച് ഇപ്പൊ ഗെയിം കഴിഞ്ഞിരിക്കുക. ഇനി രണ്ടുപേരും ചെന്ന് ഹോംവർക്ക് ചെയ്തേ. ഇനി ഒരു ഗെയിമും കൂടെ കളിക്കാച്ചാ? അത് വേണ്ട ചക്കി, അച്ഛൻ പറഞ്ഞതനുസരിക്ക് മക്കള് ചെന്ന് ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. ഓക്കേ അച്ഛാ, ലവ് യു. സാരമില്ല, അച്ഛൻ ഇത്ര നേരെങ്കിലും കളിച്ചല്ലോ.
എന്ന് അച്ഛനൊരു ഉമ്മ തന്നെ. ഓക്കെ ബൈ. ബൈ.